നമസ്കാരം. എല്ലാവർക്കും വേ ടു PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയുന്നത് നീതി ആയോഗിനെ പറ്റിയാണ്. എക്കണോമിക്സ് ഭാഗത്തിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് നീതി ആയോഗ് എന്നത്. അപ്പോൾ PSC റിപ്പീറ്റായിട്ട് ചോദിക്കുന്നൊരു ഭാഗമാണ് നീതി ആയോഗ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ഈ നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് എല്ലാവരും പഠിച്ചിരിക്കണം. അതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ, അതായത് NITI ആയോഗ്. അതിൻ്റെ ഫുൾ ഫോം ആണത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ. 2015 ജനുവരി 1 ഈ നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പോൾ നീതി ആയോഗ് ഏതോ ഒന്നിന് പകരമായിട്ട് വന്നതാണ്. അതാണ് ആസൂത്രണ കമ്മീഷൻ. അപ്പോൾ ആസൂത്രണ കമ്മീഷന് പകരം 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പോൾ ഈ നീതി ആയോഗ് എന്ന് വെച്ചാൽ എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിദഗ്ധോപദേശ സമിതിയാണ് നീതി ആയോഗ്. പഞ്ചവത്സര പദ്ധതികൾ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ആവശ്യമായ സുപ്രധാന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള ഭാരത സർക്കാരിൻ്റെ ഒരു ഉപദേശക സമിതിയാണ് ഈ നീതി ആയോഗ് എന്നത്. അപ്പം നീതി ആയോഗിന് മുമ്പുണ്ടായിരുന്നത് ആസൂത്രണ കമ്മീഷൻ, അതുകൂടി ഒന്ന് ഓർത്തു വെക്കാം. 65 വർഷം പഴക്കമുള്ള ആസൂത്രണ കമ്മീഷന് പകരമാണ് ഈ നീതി ആയോഗ് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി നീതി ആയോഗിൻ്റെ ചുമതല എന്താണെന്ന് നോക്കാം. ദേശീയ രാജ്യാന്തര പ്രാധാന്യമുള്ള സാമ്പത്തിക നയതന്ത്ര വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് ഈ നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട ചുമതല. അപ്പോൾ എന്താണ് ചുമതല? ദേശീയ രാജ്യാന്തര പ്രാധാന്യമുള്ള സാമ്പത്തിക നയ വിഷയങ്ങളിൽ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും സാങ്കേതിക ഉപദേശം നൽകുന്നതാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ സമീപനം ടോപ്പ് ഡൗൺ മോഡൽ ആയിരുന്നില്ല, അതിന് പകരം ബോട്ടപ്പ് മോഡൽ ആയിരുന്നു. നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ പ്രധാനമന്ത്രിയാണ്. ഇത് ചോദിക്കാറുണ്ട്, ആരാണ് നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ? ഇനി നമുക്കിതിൻ്റെ ഘടനയൊന്ന് നോക്കാം. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, ഗവേണിംഗ് കൗൺസിൽ, പ്രാദേശിക കൗൺസിലുകൾ, പാർട്ട് ടൈം അംഗങ്ങൾ, എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, പ്രത്യേക ക്ഷണിതാക്കൾ, മുഴുവൻ സമയം അംഗങ്ങൾ. ഇങ്ങനെയാണ് നീതി ആയോഗിൻ്റെ ഘടന വരുന്നത്. നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ പ്രധാനമന്ത്രിയാണ്. ഇനി വൈസ് ചെയർപേഴ്സണെ നിയമിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാരും ഉൾപ്പെടുന്നതാണ് ഈ ഗവേണിംഗ് കൗൺസിൽ. ഇനി അടുത്തത് പ്രാദേശിക കൗൺസിലുകൾ. ഒന്നിലധികം സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന പ്രത്യേക പ്രശ്നങ്ങളും സാധ്യതകളും പരിഹരിക്കുന്നതിന് പ്രാദേശിക കൗൺസിലുകൾ സൃഷ്ടിക്കും. അടുത്തത് പാർട്ട് ടൈം അംഗങ്ങൾ. ഇത് മുൻനിര സർവകലാശാലകളിൽ നിന്നും ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റ് പ്രസക്തമായ സ്ഥാപനങ്ങളിൽ നിന്നും എക്സ് ഒഫീഷ്യോ ശേഷിയിൽ പരമാവധി 2 പേര്. ഇനി പാർട്ട് ടൈം അംഗങ്ങൾ റൊട്ടേഷൻ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുന്നത്. അടുത്തത് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന കേന്ദ്രമന്ത്രിസഭയിലെ പരമാവധി 4 അംഗങ്ങളാണ് ഈ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി റാങ്കിലുള്ള വ്യക്തിയെ ഒരു നിശ്ചിത കാലത്തേക്ക് പ്രധാനമന്ത്രി ഇതിനു വേണ്ടി നിയമിക്കേണ്ടതാണ്. അടുത്തത് പ്രത്യേക ക്ഷണിതാക്കൽ. ഇതിൽ വരുന്നത് പ്രഗത്ഭരായ വിദഗ്ധർ, പ്രസക്തമായ ഡൊമെയ്ൻ പരിജ്ഞാനമുള്ള സ്പെഷ്യലിസ്റ്റുകൾ, ഇവയെല്ലാം ഈ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യും. ഇങ്ങനെയാണ് നീതി ആയോഗിൻ്റെ ഘടന വരുന്നത്. ഇനി ഈ നീതി ആയോഗിൻ്റെ ഭരണസമിതിയിലെ അംഗങ്ങൾ നമുക്ക് ഒന്നിച്ചൊന്ന് നോക്കാം. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാർ, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ, സ്ഥിര അംഗങ്ങൾ, 2 പാർട്ട് ടൈം അംഗങ്ങൾ, 4 അനൗദ്യോഗിക അംഗങ്ങൾ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇനി നിലവിലെ നീതി ആയോഗിലെ മുഴുവൻ സമയ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. VK സരസ്വത്, രമേശ് ചന്ദ്, ഡോക്ടർ VK പോൾ, ഡോക്ടർ അരവിന്ദ് വീരമണി. ഇവരൊക്കെയാണ് നീതി ആയോഗിലെ നിലവിലെ മുഴുവൻ സമയ അംഗങ്ങൾ. ഇനി നീതി ആയോഗിലെ നിലവിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ നോക്കാം. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിർമ്മല സീതാരാമൻ, അർജുൻ മുണ്ട എന്നിവരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ഇവരൊക്കെയാണ് നീതി ആയോഗിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ. ഇനി ഞാനൊരു സ്ഥാപനത്തെ പറയാം. NILERD, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്.
മാനവ വിഭവശേഷി വികസനത്തിൻ്റെ ഭാഗമായി നീതി ആയോഗിൻ്റെ കീഴിൽ സ്ഥാപിതമായ സ്വയം ഭരണാധികാര സ്ഥാപനമാണ് ഇത്. ഇനി PSC ചോദിക്കുന്ന നീതി ആയോഗിൻ്റെ ഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. ആൾക്കാരുടെ പേരുകളാണ്. നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷനും നരേന്ദ്രമോദിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ആദ്യം തുടങ്ങുമ്പോഴും ഇപ്പോഴും നിലവിലുള്ളത് നരേന്ദ്രമോദി ആയതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് അതിൻ്റെ അധ്യക്ഷൻ. നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. ഇനി നീതി ആയോഗിൻ്റെ പുതിയ ഉപാധ്യക്ഷൻ സുമൻ കെ ബെറി. അടുത്തത് നീതി ആയോഗിൻ്റെ പ്രഥമ CEO അത് സിന്ധുശ്രീ കുള്ളർ ആയിരുന്നു. ഇനി നിലവിലെ CEO BVR സുബ്രഹ്മണ്യം. അപ്പോൾ നീതി ആയോഗിൻ്റെ പ്രഥമ CEO സിന്ധുശ്രീ കുള്ളറും നിലവിലെ CEO BVR സുബ്രഹ്മണ്യവും. SCERT ടെക്സ്റ്റ് ബുക്കിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. അത് PSC ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തരാക്കുക, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക, സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടൽ നേരിടാൻ രാജ്യത്തെ പ്രാപ്തനാക്കുക. 2015 ഫെബ്രുവരി 8 ടീം ഇന്ത്യ എന്നറിയപ്പെടുന്ന നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കാം. ഇനി ഞാൻ പറയുന്നത് നീതി ആയോഗിനെ പറ്റിയുള്ള വളരെ ഇമ്പോർട്ടൻ്റായ നോട്ട്സാണ്. അതായത് കറണ്ട് അഫയേഴ്സ് ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ്. 2021 ഡിസംബറിൽ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ഹെൽത്തി സ്റ്റേജ് പ്രോഗ്രസീവ് ഇന്ത്യ എന്ന റിപ്പോർട്ടിൽ വലിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാമതെത്തിയത് ഏത് സംസ്ഥാനമാണ്? അത് കേരളമാണ്. നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചിക 2020-21 ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം അതും കേരളമാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നാമതെത്തിയത് ചണ്ഡീഗഡ് ആണ്. 2021 നവംബറിൽ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അതാണ് കേരളം. 2021 നവംബറിൽ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അർബൻ ഇന്ത്യ ഇൻഡെക്സിൽ 4ാം സ്ഥാനം നേടിയ കേരളത്തിലെ നഗരം ഏതാണ്? അത് തിരുവനന്തപുരമാണ്. 5ാം സ്ഥാനം കൊച്ചിക്കാണ്. ഇതിൽ 1ാം സ്ഥാനം ലഭിച്ചത് ഷിംല, ഹിമാചൽ പ്രദേശിൽ. 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏതാണ്? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 2020 നീതി ആയോഗ് ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കർണാടക. 5ാം സ്ഥാനം കേരളത്തിനാണ്. നീതി ആയോഗിൻ്റെ 7 തൂണുകൾ. അതായത് കാര്യക്ഷമമായ ഭരണത്തിനായി നീതി ആയോഗ് 7 കാര്യങ്ങൾ അടിസ്ഥാനമാക്കുന്നു. പ്രോ പീപ്പിൾ, പ്രോ ആക്ടിവിറ്റി, പങ്കാളിത്തം, ശാക്തീകരണം, എല്ലാവരെയും ഉൾപ്പെടുത്തൽ, സമത്വം, സുതാര്യത. ഇതൊന്നും എല്ലാവരും പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നീതി ആയോഗിനെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയ നോട്ട് നമ്മളെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വേണ്ടവർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ അതിൻ്റെ PDF കിട്ടുന്നതാണ്. അപ്പോൾ നീതി ആയോഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും പഠിക്കുക. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. PSC ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മൊത്തമായിട്ട് അങ്ങ് പഠിക്കുക. ആൾക്കാരുടെ പേരുകളെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. അതാണ് ഇപ്പോൾ കൂടുതലായിട്ടും ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.